ഏവർക്കും നമസ്കാരം. ലങ്കാധിപതിയായ രാവണന്റെ ശേഷക്രിയകൾ പൂർത്തിയായി. സങ്കടങ്ങൾക്കുള്ളിലും ലങ്ക ശാന്തമായി. ശ്രീരാമൻ ലക്ഷ്മണനോടായി പറഞ്ഞു, വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്യുക. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എല്ലാം പൂർത്തിയായി. സുഗ്രീവൻ അരികിൽ വന്ദിച്ചു നിന്നു. ശ്രീരാമൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സുഗ്രീവ, എല്ലാം നിന്റെ സഹായം കൊണ്ടാണ് സാധ്യമായത്. എന്നിട്ട് രാമൻ ഹനുമാന് നേരെ തിരിഞ്ഞു. വിഭീഷണന്റെ അനുമതിയോടെ ലങ്കാപുരിയിൽ പ്രവേശിച്ച് സീതയെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുക. സീതയുടെ പ്രതികരണം എന്താകിലും എന്നെ അറിയിക്കണം. ഹനുമാൻ ജാനകിയെ ചെന്ന് കണ്ടു. സീത വാർത്തയറിഞ്ഞ് അതീവ സന്തുഷ്ടയായി. എങ്കിൽ സർവാലങ്കാര വിഭൂഷിതയാക്കി മൈഥിലിയെ പല്ലക്കിൽ ഇങ്ങോട്ടെത്തിക്കുക. രാമാജ്ഞ നിറവേറ്റുന്നതിനായി ഹനുമാൻ നടന്നു. അരികിലേക്കെത്തിയ സീതയെ ശ്രീരാമൻ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ടാണ് പക്ഷേ സ്വീകരിച്ചത്. സീത ദുഃഖിതയായി. ആ പതിവ്രത ലക്ഷ്മണനോട് പറഞ്ഞു, അഗ്നികുണ്ഡമൊരുക്കുക ലക്ഷ്മണ, ഞാൻ എൻ്റെ ശുദ്ധി തെളിയിക്കാം. ലക്ഷ്മണൻ അതനുസരിച്ചു. സീത എരിയുന്ന അഗ്നികുണ്ഡത്തിലേക്ക് പ്രവേശിച്ചു. ലോകം നിശ്ചലമായി. അഗ്നി ഏവർക്കും മുൻപിൽ സീതയെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, രാവണ നിഗ്രഹം കഴിഞ്ഞു. ലോകം സങ്കടമുക്തമായി. സീതാദേവിയെ കൈക്കൊണ്ടാലും. ഏവരും ശ്രീരാമനെ സ്തുതിച്ചു. യുദ്ധത്തിൽ മരണമടഞ്ഞ വാനരന്മാരെ പുനരുജ്ജീവിപ്പിച്ചു. സർവവും മംഗളകരമായി പര്യവസാനിച്ചു. വിഭീഷണൻ പറഞ്ഞു, ഒരു ദിനമെങ്കിലും നിങ്ങൾ ലങ്കയിൽ എൻ്റെ സൽക്കാരം സ്വീകരിച്ച് തങ്ങണം. അതിന് രാമൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഭരതൻ അയോധ്യയിൽ കാത്തിരിക്കുകയാണ്. ഭരതനോട് ചേർന്നിട്ടേ ഇനി എന്തും ഈ ജീവിതത്തിൽ ഉള്ളൂ. വാനരന്മാരും ശ്രീരാമനെ അനുഗമിക്കാൻ അനുമതി ചോദിച്ചു. ശ്രീരാമൻ സമ്മതം മൂളി. കുബേരന്റെ പുഷ്പകവിമാനം തയ്യാറായി. ഏവരും അതിൽ കയറി കടലും കാടും മലകളും കടന്ന് വിമാനം മുന്നേറി. ശ്രീരാമൻ പിന്നിട്ട ഓരോ സ്ഥലവും സീതയ്ക്ക് വിവരിച്ചു കൊടുത്തു. കാനനത്തിലെത്തിയ അവർ വാനരാങ്കനമാരെയും കൂടെ കൂട്ടി. അവർ ഭരദ്വാജാശ്രമത്തിൽ എത്തി. ശ്രീരാമ നിർദ്ദേശപ്രകാരം ഭരതനെ കാണാൻ ഹനുമാൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. നന്ദിഗ്രാമത്തിൽ വസിച്ച് ശ്രീരാമ പാദുകം പൂജിച്ച് ധ്യാനവിശുദ്ധിയിലായിരുന്നു ഭരതൻ. ഹനുമാൻ എല്ലാ വിവരവും ഭരതനെ ബോധിപ്പിച്ചു. ഭരതൻ ഏറെ സന്തുഷ്ടനായി ഹനുമാനെ ആലിംഗനം ചെയ്തു. ഭരതൻ രാജകീയമായ തയ്യാറെടുപ്പുകൾ നടത്തി. 14 സംവത്സരങ്ങൾക്കു ശേഷമാണ് ജ്യേഷ്ഠൻ മടങ്ങി എത്തുന്നത്. പൗരജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നു. മൂർധാവിൽ പാദകം വച്ചുകൊണ്ട് കാൽനടയായി ഭരതൻ വന്നു. ഒപ്പം ശത്രുഘ്നനും. അകലെ കണ്ടു അവർ പുഷ്പക വിമാനം. ഭരതൻ ഓടിച്ചെന്ന് വന്ദിച്ചു. വാനരനായകരെ ആശ്ലേഷിച്ചു. സുഗ്രീവനോട് പറഞ്ഞു, ഭവാൻ ഞങ്ങൾക്ക് 5ാമത്തെ സഹോദരനാണ്. രാമലക്ഷ്മണന്മാർ അമ്മമാരെ വന്ദിച്ചു. ഭരതൻ ശ്രീരാമന്റെ പാദങ്ങളിൽ 2 പാദുകങ്ങളും സമർപ്പിച്ചു. എന്നിട്ട് നമസ്കരിച്ചു പറഞ്ഞു, അങ്ങ് പണ്ടെന്നെ ഏൽപ്പിച്ച രാജ്യം ഇതാ ആ പൂജ്യപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവരും ഭരതനെ പ്രശംസിച്ചു. പുഷ്പക വിമാനം തിരിച്ചയച്ചു. വസിഷ്ഠമുനിയെത്തി. ആചാര്യനെ എല്ലാവരും വന്ദിച്ചു. ഇനി രാജ്യാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളാണ്.
എല്ലാ മാതാക്കളെയും ശ്രീരാമൻ വന്ദിച്ചു. സുഗ്രീവനും വിഭീഷണനും വാനരന്മാർക്കുമെല്ലാം പ്രത്യേകം സജ്ജീകരണങ്ങൾ നടത്തി. തീർത്ഥങ്ങളിൽ നിന്ന് ജലവും താമരപ്പൂക്കളും കൊണ്ടുവന്നു. ദേവേന്ദ്രൻ നൽകിയ ദിവ്യഹാരം ശ്രീരാമൻ അണിഞ്ഞു. ഗുരുശ്രേഷ്ഠർ ഏവരും ചേർന്ന് ശ്രീരാമനെ അഭിഷേകം ചെയ്തു. ഏവരും ശ്രീരാമനെ സ്തുതിച്ചു. ഏവർക്കും ശ്രീരാമൻ സമ്മാനങ്ങൾ നൽകി. സീതാദേവിക്ക് ശ്രീരാമൻ നൽകിയത് ഒരു രത്നഹാരമാണ്. വൈദേഹി ആ രത്നഹാരം ഹനുമാന് സമ്മാനിക്കുകയാണ് ഉണ്ടായത്. ഏവർക്കും നമസ്കാരം.